ദൈവത്തിൻ്റെ വചനങ്ങൾ എല്ലാം പ്രവചന വചനങ്ങളാണ്. ഓരോ വചനവും അത് നിർവഹിക്കും, അത് അയച്ചിരിക്കുന്ന പ്രവൃത്തി നിർവഹിക്കും. അത് ദൈവം പറഞ്ഞത്, ഞാൻ അയച്ചിരിക്കുന്ന അല്ലെങ്കിൽ എൻ്റെ വചനങ്ങളുടെ മധ്യേ ഞാനാണ് പ്രവർത്തിക്കുന്നത്. അപ്പോൾ ദൈവത്തിന് അസാധ്യമായി ഒന്നുമില്ല എന്ന് നമ്മൾക്കറിയാം, കാരണം ദൈവം ദൈവമായതുകൊണ്ട്. അത് നമ്മൾ മനസ്സിലാക്കണം. നമ്മൾ കേൾക്കുന്ന വചനങ്ങൾ നമ്മളുടെ വ്യക്തിപരമായ ജീവിതങ്ങളിലേക്ക് നമ്മൾ എടുക്കണം. അത് ഒരു ചരിത്ര വചനങ്ങളല്ല, അത് മറ്റുള്ളവർക്കുള്ള വചനങ്ങളല്ല. നമ്മൾക്ക് വചനം വി മസ്റ്റ് മേക്ക് ഇറ്റ് പേഴ്സണൽ. നമ്മൾ വ്യക്തിപരമാക്കണം. ആ ദൈവം എന്നോട് സംസാരിക്കുകയാണ്, എന്നോട് വാഗ്ദാനം ചെയ്യുകയാണ്, എന്നെ അനുഗ്രഹിക്കുകയാണ്, എനിക്ക് താക്കീത് തരികയാണ് എന്ന് വേണം നമ്മൾ എടുക്കാനായിട്ട്. അല്ലാതെ ഇത് മറ്റുള്ളവർക്കാണ്, യേശുവിനെ അറിയാത്തവർക്കാണ് എന്നൊന്നും കരുതരുത്. ഇറ്റ് ഈസ് എ പേഴ്സണൽ മെസ്സേജ് ടു യു ആൻഡ് ടു മീ ആൻഡ് ടു എവ്രി വൺ ഹു ഈസ് വില്ലിംഗ് ടു ലിസൺ. ഹല്ലേലൂയ. ഇന്നും അനുഗ്രഹത്തിൻ്റെ വചനങ്ങളാണ്. നമുക്കറിയാം ദൈവത്തിൻ്റെ വചനം എല്ലാ അനുഗ്രഹത്തിൻ്റെ വചനമാണ്. ഹല്ലേലൂയ. നമ്മളത് എങ്ങനെ നമ്മൾ എടുക്കുന്നു എന്ന് വിചാരിക്കും, അതനുസരിച്ചിരിക്കും നമുക്ക് അനുഗ്രഹം പ്രാപിക്കാൻ പറ്റുക. കാരണം ദൈവത്തിൻ്റെ വചനം പറയുന്നുണ്ടല്ലോ, മത്തായിയുടെ സുവിശേഷത്തിൽ ആ വിതക്കാരൻ്റെ ഉപമയെക്കുറിച്ചൊക്കെ പറയുമ്പോൾ, അവിടെ വിത്ത് 4 തരത്തിലുള്ള മണ്ണിൽ വീണ വിത്ത് ഒന്നാണ്, ഒരേ തരത്തിലുള്ള വിത്താണ്. അല്ലാതെ ചില വിത്ത് മോശം വിത്ത് ആ വഴിയരിയിലിട്ടു, പിന്നെ വേറെ മോശം വിത്ത് ആ മുൾച്ചെടിയുടെ അല്ല. വിത്ത് വിതച്ചതൊക്കെ ഒരുപോലത്തെ വിത്താണ്. അതുപോലെ തന്നെ ഇന്ന് ദൈവം നമ്മളുടെ ജീവിതങ്ങളിലേക്ക് സംസാരിക്കുന്ന വചനങ്ങളെല്ലാം നല്ല വചനങ്ങളാണ്. പക്ഷേ അത് നമ്മൾ എങ്ങനെ അത് സ്വീകരിക്കുന്നുവോ, അല്ലെങ്കിൽ അതിന് വിളവുണ്ടാകാൻ തക്ക വിധം നമ്മൾ നമ്മുടെ ജീവിതങ്ങളെ എങ്ങനെ ക്രമീകരിക്കുന്നുവോ അതനുസരിച്ചിരിക്കും അതിൻ്റെ വിളവ്. അപ്പോൾ നമ്മൾ ചെയ്യേണ്ട കാര്യം, നമ്മൾ വിശ്വാസത്തോടെ വി മസ്റ്റ് റിസീവ് ഗോഡ്സ് വേർഡ് വിത്ത് ഫെയ്ത്ത്. കാരണം നമുക്കറിയാം ദൈവത്തിൻ്റെ വചനം വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്, നീ വിശ്വസിച്ചനുസരിച്ച് ഇത് സംഭവിക്കും, അല്ലേ? ആ സത്യം ദൈവത്തിൻ്റെ വചനം മത്തായിയുടെ സുവിശേഷം 9-ാമത്തെ അധ്യായത്തിൽ, വിതൗട്ട് എനി ഡൗട്ട് ഗോഡ് ഹസ് സെഡ് ദാറ്റ് ലെറ്റ് ഇറ്റ് ഹാപ്പൻ ടു യു അക്കോർഡിംഗ് ടു യുവർ ബിലീഫ്. അപ്പം ഞാൻ വിശ്വസിക്കാനൊരു തീരുമാനം എടുത്തിട്ടുണ്ടെങ്കിൽ ആ ദൈവത്തിൻ്റെ വചനത്തിൻ്റെ അനുഗ്രഹം എനിക്ക് പ്രാപിക്കാൻ പറ്റും. അതേസമയത്ത് അത് സംശയത്തോടെ അല്ലെങ്കിൽ പുച്ഛത്തോടെ ഒക്കെ ഞാൻ എടുക്കുകയാണെങ്കിൽ, കേൾക്കുകയാണെങ്കിൽ നിനക്കൊന്നും കിട്ടുകയില്ല. അതുകൊണ്ട് വിത്തിന് കുഴപ്പമില്ല, ഹലോ. കാരണം വിത്ത് ദൈവത്തിൻ്റെ വചനം, ദൈവത്തിൻ്റെ ശക്തിയാണ്. ദൈവത്തിൻ്റെ വചനം പറയുന്നത് വേർഡ് ഓഫ് ഗോഡ് ഇസ് എ പവർ ഓഫ് ഗോഡ്. ഹല്ലേലൂയ. അത് ഞാൻ എങ്ങനെ സ്വീകരിക്കുന്നു? അപ്പോൾ വിശ്വാസത്തോടെ ഞാൻ സ്വീകരിക്കുകയാണെങ്കിൽ ആ ദൈവത്തിൻ്റെ വാഗ്ദാനങ്ങൾ എനിക്ക് പ്രാപിക്കാൻ പറ്റും. അങ്ങനെ പ്രാപിക്കാൻ താല്പര്യമുള്ള എത്രയുണ്ട് എങ്കിൽ കേട്ടോ. ഹല്ലേലൂയ, ഹല്ലേലൂയ. സങ്കീർത്തനം 146 7-ാമത്തെ വചനം പറയുകയാണ്. ഒന്ന് പെട്ടെന്ന് വായിക്കാമോ? Psalm 146:7. ഇത് പ്രത്യേകിച്ച് സഹോദര, ഈ വചനം അയൽക്കാരനുള്ളതല്ല. ഈ വചനം ആർക്കുള്ളതാണ്? എനിക്ക്, നമ്മൾക്കല്ല, എനിക്ക്. ഞാൻ പറഞ്ഞില്ലേ, യു മസ്റ്റ് പേഴ്സണലൈസ്. നമുക്കറിയാമല്ലോ, ചില കമ്പനികളിലൊക്കെ കോംപ്ലിമെൻ്ററി ആയിട്ട് ഡയറിയൊക്കെ കൊടുക്കുകയില്ലേ? അത് ഏറ്റവും അങ്ങേയറ്റത്തെ പേഴ്സണലൈസേഷന് ആ ഡയറിയിൽ നമ്മുടെ പേര് തന്നെ എഴുതും. They get your name written if you are an important person. So it is personalized. The diary is personalized. അതിനേക്കാൾ കൂടുതൽ സഹോദര, this വചനം is personalized. അപ്പോൾ വചനം കേൾക്കുമ്പോൾ എനിക്കെന്ന് പറയണം. നമ്മൾക്കെന്ന് പറയുന്നത് നല്ലതാണ് കേട്ടോ, പക്ഷേ നമ്മൾക്ക് എനിക്കില്ലെങ്കിൽ ഞാൻ ആ നമ്മളുടെ ഇടയിൽ ഉണ്ടാകുകയില്ല. So first you have to be personalize it yourself. Then you have to personalize it to the church. Then you have to personalize it to the whole of mankind. Are you with me? ഒന്ന് വായിച്ചേ, സങ്കീർത്തനം 146:7. പീഡിതന്മാർക്ക് അവൻ ന്യായം പാലിച്ചു കൊടുക്കുന്നു, വിശപ്പുള്ളവർക്ക് അവൻ ആഹാരം നൽകുന്നു, യഹോവ തടവുകാരെ അഴിച്ചുവിടുന്നു. ഇത് നിങ്ങളുടെ ഏതെങ്കിലും ഒരു മേഖലയിലുള്ള വിഷയമാണോ ഇത്? പ്രൈസ് ദി ലോർഡ്. നമ്മൾക്ക് എല്ലാവർക്കും ഈ പീഡിതരല്ല, ബന്ധിതരെന്നൊക്കെ പറയുമ്പോൾ മറ്റേ തിഹാർ ജയിലിലുള്ളവരെ കുറിച്ചല്ല പറയുന്നത്. സി, ഈവൻ ഭയം ക്യാൻ ബി എ ബോണ്ടേജ്. നമ്മൾ കഴിഞ്ഞ ആഴ്ചയിൽ സിസ്റ്റർ ആലിസിൻ്റെ കയ്യിൽ നിന്ന്, റിസൽറ്റിൻ്റെ വചനമല്ല, ദൈവത്തിൻ്റെ വചനം ആലിസ് വഴി കേട്ടു. റോമാർക്കുറിയിലെ 8-ാമത്തെ അധ്യായത്തിൽ പലതരത്തിലുള്ള ഭയങ്ങളുണ്ട്. ഫിയർ, അല്ലേ? അപ്പോൾ ഫിയർ ഭയമെന്ന് പറയുന്ന ഒരു വലിയ ബന്ധനമാണ്. കാരണം ഭയത്തിൻ്റെ ഓപ്പോസിറ്റ് എന്താണ്? ഫെയ്ത്ത്. അപ്പം ഫെയ്ത്തിനെ ബഹിഷ്കരിക്കുന്നതാണ് ഭയം. അതുകൊണ്ട് നമ്മളെന്താ ചെയ്യേണ്ടത്? ഫെയ്ത്ത് കൊണ്ട് ഭയത്തെ ബഹിഷ്കരിക്കണം. അയ്യുദ്ധി. അപ്പോൾ നമ്മളത് സ്വന്തമാക്കണം. ഹൂ എക്സിക്യൂട്ട്സ് ജസ്റ്റിസ്. നമുക്ക് ഓരോ വചനങ്ങൾ വെച്ച് പോകാം. അത് തന്നെ, ബിക്കോസ് ഈ ഒറ്റ വചനം തന്നെ ഇറ്റ് കണ്ടെയ്ൻസ്, ഇറ്റ് ഈസ് ഫുൾ ഓഫ് സോ മച്ച് ഓഫ്, എന്നാ പറയുന്നത്, ഡുനാമിസ് പവർ ഓഫ് ഗോഡ്. ഹൂ എക്സിക്യൂട്ട്സ് ജസ്റ്റിസ് ഫോർ ദി ഒപ്രസ്ഡ്. ഹല്ലേലൂയ. ഇന്ന് നിങ്ങൾ ആരെങ്കിലും ഏതെങ്കിലും മേഖലയിൽ ഒരു ഞെരുക്കത്തിലാണെങ്കിൽ സഹോദര, ദിസ് വേർഡ് ഇസ് ഫോർ യു. കാരണം ദൈവത്തിൻ്റെ വചനം പറഞ്ഞത് ഹൂ എക്സിക്യൂട്ട്സ് എന്ന് പറയുന്നത് ഈസ് സംതിങ് ഡൺ ഔട്ട് ഓഫ് അതോറിറ്റി, അല്ലേ? നമ്മളൊരു ഉദാഹരണമായിട്ട് പറയുക മാത്രമാണ് കേട്ടോ. ഒരാളെ എക്സിക്യൂട്ട് ചെയ്തെന്ന് പറഞ്ഞത്
എക്സിക്യൂഷൻ നമുക്കറിയാമല്ലോ, ക്യാപിറ്റൽ പണിഷ്മെൻറ്റ്, എക്സിക്യൂഷൻ. നമ്മൾ ആ വിഷയത്തെക്കുറിച്ചല്ല, ബട്ട് ഐ ജസ്റ്റ് വാണ്ട് ടു ഗിവ് ദ മീനിങ് ഓഫ് ദ വേർഡ് എക്സിക്യൂട്ട്. എ പേഴ്സൺ വാസ് എക്സിക്യൂട്ടഡ് ബിക്കോസ് ദ എക്സിക്യൂഷണർ ഈസ് കമ്മിങ് അണ്ടർ ദി അതോറിറ്റി, അല്ലേ? ദർ ഇസ് എ കമാൻഡ്മെൻറ്റ് ഔട്ട് ഓഫ് ദ ലോ ദറ്റ് കമ്പൽസ് എന്താ പറയുന്നത്, എനേബിൾസ് എക്സിക്യൂഷൻ. അതുകൊണ്ടാണ് ദൈവം പറയുന്നത് ഹി വിൽ എക്സിക്യൂട്ട് ജസ്റ്റിസ്. എക്സിക്യൂട്ട് ജസ്റ്റിസ് എന്ന് പറഞ്ഞാൽ ദൈവം ആക്ച്വലി ഹി വിൽ കമാൻഡ് ജസ്റ്റിസ് ഇൻ ടു യുവർ ലൈഫ്. നിൻ്റെയും എൻ്റെയും നിങ്ങളുടെ ജീവിതത്തിൽ ദൈവം അനുഗ്രഹങ്ങൾ കൽപ്പിക്കും. അയ്യുദ്മീ കൽപ്പിക്കും. കാരണം എന്താണ്? ഈ പ്രപഞ്ചം മുഴുവൻ സൃഷ്ടിച്ചത് ദൈവമാണ്. ഈ പ്രപഞ്ചമെല്ലാം ദൈവത്തിൻ്റെ കാലിൻ്റെ കീഴിലാണ്. നമുക്കറിയാം ദൈവത്തിൻ്റെ വചനം എന്നുണ്ട്, ഹെവൻ ഇസ് മൈ ത്രോൺ ആൻഡ് ദി എർത്ത് ഇസ് മൈ ഫുട് സ്റ്റൂൾ, അല്ലേ? ഈ പ്രപഞ്ചം മുഴുവൻ സൃഷ്ടിച്ച ദൈവം അനുഗ്രഹങ്ങൾ കൽപ്പിക്കും. നമുക്ക് വചനത്തിൽ വായിച്ച് കേൾക്കാം. സിസ്റ്റർ ഒന്ന് വായിക്കണം, നിയമാവർത്തനം 28:8. ഞാൻ നേരത്തെ എപ്പോഴും പറയുന്നത് പോലെ ഇത് സത്യമാണ്. ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങൾ വ്യവസ്ഥയുള്ളതാണ്, ദൈവത്തിൻ്റെ സ്നേഹം വ്യവസ്ഥയില്ലാത്തതാണ്. ഈ അടിസ്ഥാനകരമായ സത്യം നമ്മൾ മനസ്സിലാക്കണം. പലപ്പോഴും നമ്മൾ ഇങ്ങനെ അനുഗ്രഹങ്ങളെക്കുറിച്ച് ഇതൊക്കെ എൻ്റേതാണ്, നിൻ്റേതാണ് നീ ചില കാര്യങ്ങൾ ചെയ്താൽ. ദൈവത്തിൻ്റെ സ്നേഹത്തിന് വ്യവസ്ഥയില്ല. കാരണം ദൈവം എന്നെയും നിങ്ങളെ സ്നേഹിച്ചത് എപ്പോഴാണ്? ഞാനും നിങ്ങളും പാപികളായിരുന്നപ്പോഴായിരുന്നു. ഞാനും നിങ്ങളും ദൈവമായിട്ട് ശത്രുതയിലായിരുന്നപ്പോഴാണ് സ്നേഹിച്ചത്. അത് സ്നേഹം വ്യവസ്ഥയില്ലാത്ത സ്നേഹമാണ്. അനുഗ്രഹം വ്യവസ്ഥകളോടുകൂടിയാണ്. ഒന്ന് വായിച്ചേ, നിയമാവർത്തനം 28:8. യഹോവ നിന്റെ കളപ്പുരകളിലും നീ സ്പർശിക്കുന്ന സ്ഥലത്തിലും നിനക്ക് അനുഗ്രഹം കൽപ്പിക്കും. അനുഗ്രഹം കൽപ്പിക്കും എന്ന് പറഞ്ഞ് കൽപ്പിക്കും. ആര് കൽപ്പിക്കും? എങ്കിൽ നടക്കുമോ? നടക്കും. ഹല്ലേലൂയ. വായിച്ചേ. നിന്റെ ദൈവമായ യഹോവ നിനക്ക് നൽകുന്ന ദേശത്ത് അവൻ നിന്നെ അനുഗ്രഹിക്കും. ആമേൻ. നൽകുന്ന ദേശത്ത്. അപ്പോൾ ഈ ലോകത്ത് നീ ഇവിടെ ജീവിച്ചിരിക്കുമ്പോൾ നിനക്ക് അനുഗ്രഹം കൊണ്ട് നിന്നെ നിറയ്ക്കും. അതല്ലേ ദൈവത്തിൻ്റെ വചനം മലാക്കായി പ്രവചന പുസ്തകം 3-ാമത്തെ അധ്യായത്തിൽ പറഞ്ഞ് നീ ദശാംശം കൊടുക്കുക. സഹോദര സഹോദരി, അത് ദശാംശം എന്ന് പറയുന്ന ഒരു പ്രവൃത്തിയുടെ അടിസ്ഥാനത്തിലല്ല. ദൈവം പറയുന്നത്, നീ വചനം എൻ്റെ കൽപ്പനകൾ അനുസരിച്ചാൽ ഞാൻ സ്വർഗത്തിലെ കിളിവാതുകളിൽ തുറന്ന് നിൻ്റെ മേൽ അനുഗ്രഹങ്ങൾ വർഷിക്കും. ആ അനുഗ്രഹങ്ങൾ നിനക്ക് ശേഖരിച്ച് വയ്ക്കാൻ പോലും സ്ഥലം കാണുകയില്ല. അതുകൊണ്ടാണ് ഇവിടെ പറയുന്നത്, നിൻ്റെ ദേശത്ത്, നീ ആയിരിക്കുന്ന ദേശത്ത്, നീ ഇന്ന് എവിടെ ജീവിക്കുന്നുവോ, നീ ഏത് സാഹചര്യത്തിൽ ജീവിക്കുന്നുവോ, അവിടെ ഞാൻ അനുഗ്രഹം കൽപ്പിക്കും. വായിച്ചേ ബാക്കി. പിന്നെ 9, നിന്റെ ദൈവമായ യഹോവയുടെ കൽപ്പനകൾ അനുസരിച്ച് അവൻ്റെ വഴികളിൽ നടന്നാൽ യഹോവ നിന്നോട് അപ്പോൾ എന്താണ്? അവൻ്റെ കൽപ്പനകൾ അനുസരിച്ച് അവൻ്റെ വഴികളിൽ നടന്നാൽ യഹോവ നിന്നോട് വാഗ്ദത്തം ചെയ്തതുപോലെ നിന്നെ തനിക്ക് വിശുദ്ധ ജനമാക്കും. ആമേൻ. അപ്പോൾ നമ്മൾ മനസ്സിലാക്കണം, ദൈവം അനുഗ്രഹങ്ങൾ കൽപ്പിക്കുന്ന ദൈവമാണ്. ആ കൽപ്പന എപ്പോഴാണ് വരുന്നത്? നീ അവൻ്റെ വചനങ്ങൾ അനുസരിച്ച് അവൻ്റെ വഴികളിൽ നടന്നാൽ. ഹല്ലേലൂയ. അപ്പോഴാണ് നമുക്ക് പറയുന്നത് ഹീ എക്സിക്യൂട്ട്സ് ജഡ്ജ്മെൻറ്റ്. കാരണം ദൈവത്തിൻ്റെ വചനം വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. പുറപ്പാട് പുസ്തകം. പിന്നെ അടുത്ത വചനം, ദി ഒപ്രസ്ഡ്, ഹീ എക്സിക്യൂട്ട്സ് ജസ്റ്റിസ് ഓൺ ദി ഒപ്രസ്ഡ്, അല്ലേ? ഒപ്രഷനിലുള്ളവർ എന്താ സാധാരണ ചെയ്യുക? കരഞ്ഞപേക്ഷിക്കും, അല്ലേ? ഒപ്രഷനുള്ളവരുടെ ഒരു സ്വഭാവമാണ് ദേ വിൽ ക്രൈ, അല്ലേ? ഹലോ. അതുകൊണ്ടാണ് നമുക്കറിയാം പല ഇടങ്ങളിലും ഓപ്പറേഷനെ കുറിച്ച് പറയുന്നുണ്ട്. പക്ഷേ ഏറ്റവും നമുക്ക് നന്നായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു ഓപ്പറേഷന് പുറപ്പാട് പുസ്തകം 2-ാമത്തെ അധ്യായം 23-25 വരെ, 23 മുതൽ 25 വരെ. സിസ്റ്റർ ഒന്ന് വായിക്കണം. ആ സാഹചര്യം നമുക്കറിയാം. ദൈവത്തിൻ്റെ ജനത്തെ ഔസേപ്പ് ആദ്യം വന്നു, അത് കഴിഞ്ഞ് യാക്കോബ് വഴി ദൈവം അനുഗ്രഹിക്കാനാണ് ഈജിപ്തിലേക്ക് കൊണ്ടുവന്നത്, അല്ലേ? അവിടെ ക്ഷാമമായിരുന്നു, അനുഗ്രഹത്തിന് വേണ്ടി ഈജിപ്തിൽ കൊണ്ടുവന്നു. പക്ഷേ കാലം കഴിഞ്ഞപ്പോൾ അവരെ അനുഗ്രഹിച്ച ദൈവത്തെ മറന്നു അവർ. അങ്ങനെ അവർ ഈജിപ്തിൻ്റെ ബന്ധനത്തിലായിരുന്നു ജീവിച്ചുകൊണ്ടിരുന്നത്. ഫെറോയുടെ അടിമത്തിൽ, തീച്ചൂളയിലായിരുന്നു ജീവിച്ചുകൊണ്ടിരുന്നത്. അവർക്ക് സഹിക്കാൻ പറ്റാഞ്ഞപ്പോൾ അവരെന്ത് ചെയ്തു? നിലവിളിച്ച് കരഞ്ഞു. അപ്പോൾ നമ്മൾ മനസ്സിലാക്കണം, എനിക്കും നിങ്ങൾക്കും എതിരെ വരുന്ന അന്ധകാര ആ പ്രവൃത്തികളുടെ അടിസ്ഥാനത്തിൽ ഞാനും നിങ്ങളും വ്യസനിക്കുകയാണെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് കരഞ്ഞപേക്ഷിക്കണം. കരച്ചിൽ കേൾക്കുന്ന ദൈവമാണ് എൻ്റെ ദൈവവും നമ്മളുടെ ദൈവവും. ആ ദൈവം നമ്മളെ കൈവിടുകയില്ല. ദൈവം പറയുന്നുണ്ടല്ലോ, ഞാൻ നിന്നെ കൈവിടുകയില്ല, ഞാൻ നിന്നെ ഉപേക്ഷിക്കുകയില്ല. അത് എബ്രഹാമിനും ഇസ്ഹാക്കിനും യാക്കോബിനും വാഗ്ദാനം ചെയ്ത ഒരു വാഗ്ദാനമായിരുന്നു. പക്ഷേ അവരുടെ സന്തതികളായിരുന്നതുകൊണ്ട് അവരുടെ സന്തതികളുടെ നിലവിളി കേട്ടപ്പോൾ ദൈവം എന്താണ് എബ്രഹാമിനും ഇസ്ഹാക്കിനും യാക്കോബിനും വാഗ്ദാനം ചെയ്ത ഉടമ്പടിയെ ഓർത്തു എന്നാണ് പറയുന്നത്. ഇന്ന് ഞാനും നിങ്ങളും ദൈവത്തോട് നിലവിളിച്ച് കരഞ്ഞപേക്ഷിക്കുകയാണെങ്കിൽ ആർക്ക് ചെയ്ത ഉടമ്പടിയാണ് ദൈവം ഓർക്കാൻ പോകുന്നത്?
എബ്രഹാമിനും ഇസ്ഹാക്കിനും യാക്കോബിനും ചെയ്ത ഉടമ്പടി. കാരണം എന്താണ്? ഗലാത്യർക്ക് ലേഖനം 3-14 വഴി എബ്രഹാമിന് വാഗ്ദാനം ചെയ്ത അനുഗ്രഹങ്ങൾ എൻ്റെ നിങ്ങളുടെ അനുഗ്രഹങ്ങളാണ്. വാഗ്ദാനങ്ങൾ എൻ്റെ നിങ്ങളുടെ എന്നതാണ് എൻ്റെ പറയുന്ന അവകാശമാണത്. ഇറ്റ്സ് മൈ ഇൻഹെറിറ്റൻസ്. അപ്പോൾ സഹോദര, അങ്ങനെ ദൈവം എന്നെ എക്നോളജ് ചെയ്യും, അവൻ അംഗീകരിക്കും. ആരായിട്ട്? എബ്രഹാമിൻ്റെ സന്തതിയായിട്ട്. എബ്രഹാമിൻ്റെ സന്തതിയുടെ വിശേഷം എന്താണ്? എബ്രഹാമിൻ്റെ വിശ്വാസമുള്ളവനാണ്. ഹലോ, എബ്രഹാം എന്ന് പറഞ്ഞ് നിൻ്റെ പേരിൻ്റെ പുറകെ എബ്രഹാം ഉള്ളതുകൊണ്ട് ഈ സന്തതിയാകുന്നില്ല. ഹലോ, എന്നാ പറയുന്നത്, ഈ ലൗകിക തലത്തിൽ നിൻ്റെ അപ്പൻ്റെ പേര് എബ്രഹാം ആണെങ്കിൽ നിൻ്റെ പേരിൻ്റെ കൂടെ എബ്രഹാം ഉണ്ടെങ്കിൽ എബ്രഹാമിൻ്റെ സന്തതിയാന്ന് പറയും. പക്ഷേ ഇവിടെ അതല്ല, എബ്രഹാമിൻ്റെ വിശ്വാസമാണ് നിൻ്റെ പേരിൻ്റെ പുറകെ വരേണ്ടത്. ഐ വിത്ത് മീ? അങ്ങനെയാണെങ്കിൽ എബ്രഹാമിന് വാഗ്ദാനം ചെയ്തത് എൻ്റെ നിങ്ങളുടെയും അവകാശമാണ്. എന്ന് പറഞ്ഞ അവകാശം സുധ വായിച്ചേ. വളരെ കാലം കഴിഞ്ഞ് മിസ്രൈം രാജാവ് മരിച്ചു. ഇസ്രായേൽ മക്കൾ തങ്ങളുടെ അടിമവേല നിമിത്തം നെടുവീർപ്പിട്ട് നിലവിളിച്ചു. അടിമവേല നിമിത്തമുള്ള അവരുടെ നിലവിളി ദൈവത്തിൻ്റെ സന്നിധിയിൽ എത്തി. ദൈവം അവരുടെ നിലവിളി കേട്ടു. കാരണം എന്താ? കേൾക്കാൻ കാരണം എന്താണ്? നമ്മളുടെ ദൈവം ജീവിക്കുന്ന ദൈവമാണ്. നമ്മളുടെ ദൈവം കല്ലോ മണ്ണോ ഒന്നുമല്ല. നമ്മളുടെ ദൈവം ജീവിക്കുന്ന ദൈവമാണ്. അവന് വികാരങ്ങളുള്ള ദൈവമാണ്. ഹലോ, ആ ഗോഡ് ഇസ് എ ഗോഡ് ഓഫ് ഇമോഷൻസ്. സങ്കടമുണ്ടാവും, സന്തോഷമുണ്ടാവും, ദേഷ്യമുണ്ടാവും, എല്ലാം ഉണ്ടാവും. വചനം വായിച്ചാൽ എല്ലാം അറിയാം. ദൈവത്തിൻ്റെ ഓരോ സമയത്തുള്ള ഹി റിജോയ്സ്ഡ് എന്ന് പറയുന്നുണ്ട്. ഹി വാസ് ആംഗ്രി അല്ലേ? നമുക്കറിയാം. എന്നാ പറയുന്നത്, ആ ദേവാലയത്തിൽ കച്ചവടം ചെയ്തവരെ കണ്ടപ്പോൾ ദൈവം വളരെ ദേഷ്യം വന്നിട്ട് പറഞ്ഞ അവൻ്റെ ബെൽറ്റൂരി അവരെ ചാട്ടവാരൂരി അവരെ അടിച്ചെടുത്തു. ഇന്ന് യേശു ഈ കേരളത്തിലോട്ടൊക്കെ വരികയാണെങ്കിൽ എത്ര ചാട്ടവാറ് കൊണ്ടുപോകണം? ആൾക്കാരെ ഓടിച്ചിട്ട് അടിക്കേണ്ടി വരും അല്ലേ? പള്ളിയിൽ നിന്ന് പുറത്താക്കാനായിട്ട്. അവൻ്റെ ദേവാലയം, അവനെ ആരാധിക്കുവാനായിട്ട് ദൈവത്തിൻ്റെ ജനം നിർമ്മിച്ച ഭവനങ്ങളിലുള്ള കച്ചവടം കണ്ടിട്ടുണ്ടെങ്കിൽ, ഹലോ, യേശു എന്താ പറയണ്ടേ, മിക്കവാറും തളർന്നു പോകും അടിച്ചിട്ട്. ദൈവം അവരുടെ നിലവിളി കേട്ടു. അബ്രാഹാമിനോടും ഇസ്ഹാക്കിനോടും യാക്കോബിനോടുമുള്ള തൻ്റെ ഉടമ്പടി ദൈവം ഓർത്തു. ദൈവം ഇസ്രായേൽ മക്കളെ കടാക്ഷിച്ചു. ദൈവം അവരുടെ അവസ്ഥ അറിഞ്ഞു. He acknowledged them and he knew അവരുടെ അവസ്ഥ. സഹോദര സഹോദരി, നമ്മൾ എന്ത് ബന്ധനത്തിലായാലും ഏത് മേഖലയിലായാലും എത്ര പാപാവസ്ഥയിലാണെങ്കിലും നമ്മൾ നിലവിളിച്ച് കരഞ്ഞപേക്ഷിക്കുകയാണെങ്കിൽ നമ്മളുടെ കരച്ചിൽ കേൾക്കുന്ന ഒരു ദൈവമുണ്ട്. നമ്മളെ സ്നേഹിക്കുന്ന ഒരു ദൈവമുണ്ട്. അതുകൊണ്ട് സഹോദര, ഇന്ന് നീ നിൻ്റെ അവസ്ഥ നോക്കണ്ട. പക്ഷെ നീ നോക്കേണ്ടത് നിന്നെ സ്നേഹിച്ചുക, നിൻ്റെ പാപങ്ങൾ ക്ഷമിക്കുവാൻ തയ്യാറായ, നിനക്ക് വേണ്ടി ജീവൻ അർപ്പിച്ച ഒരു യേശു ഉണ്ട്. ആ യേശു നിന്നെ കൈവിടുകയില്ല. ആ യേശു നിന്നെ തേടി വരുന്ന ദൈവമാണ് എന്ന് നീ അറിഞ്ഞ ആ യേശുവിലേക്ക് നീ അടുക്കണം. നീ വിഗ്രഹങ്ങളിലേക്കല്ല അടുക്കേണ്ടത്, നീ പുണ്യാളന്മാരിലേക്ക് അല്ല അടുക്കേണ്ടത്. നീ നിന്നെ രക്ഷിച്ച് നിനക്ക് ജീവൻ തന്ന ദൈവത്തെയാണ് ഇതിലേക്ക് അടുക്കേണ്ടത്. നീ ആമേൻ. പിന്നെ ദൈവം പറയുന്നുണ്ട്, ഹല്ലേലൂയ. അങ്ങനെ ആ ദൈവം അവരുടെ നിലവിളി കേൾക്കുന്ന ദൈവമാണ്. സങ്കീർത്തനം 102:20 വായിക്കാവോ? 22. തടവുകാരുടെ ഞരക്കം കേൾക്കുവാനും മരണത്തിന് നിയമിക്കപ്പെട്ടവരെ വിടുവിക്കുവാനും സിയോനിൽ യഹോവയുടെ നാമത്തെയും യെരൂശലേമിൽ അവൻ്റെ സ്തുതിയെയും പ്രസ്താവിക്കേണ്ടതിന് യഹോവയെ ആരാധിക്കുവാൻ ജനങ്ങളും രാജ്യങ്ങളും കൂടി വന്നപ്പോൾ തന്നെ. മതി. To hear the groaning of the prisoner, to release those appointed to death. Appointed to death എന്ന് പറഞ്ഞാൽ മരണത്തിന് വേണ്ടി നിന്നെ ഇങ്ങനെ കൽപ്പിച്ചിരിക്കുക. എന്താ? നമുക്കറിയാം, ദൈവത്തിന് പറഞ്ഞാൽ റോമാർക്കുള്ള ലേഖനത്തിൽ പറയുന്നുണ്ട്, പാപത്തിൻ്റെ വേദന മരണമാണ്. ഹലോ, പാപത്തിൻ്റെ വേദന മരണമാണ്. അങ്ങനെ മരണത്തിന് വേണ്ടി നീ നിൻ്റെ മരണത്തിൻ്റെ ദിവസത്തിൻ്റെ അപ്പോയിൻമെൻറ്റിന് വേണ്ടി കാത്തു നിൽക്കുന്ന അവരെ വന്ന് ദൈവം എന്താ പറയുന്നത്? ടു ഹിയർ ദ ഗ്രോണിങ് ഓഫ് ദ പ്രിസണർ, ടു റിലീസ് ദോസ് ഹു ആർ അപ്പോയിൻറ്റഡ് ഫോർ ഡെത്ത്. അങ്ങനെ മരണത്തിന് വേണ്ടി നീ കാത്തു നിൽക്കുന്ന, അല്ല നിനക്ക് വേറെ നിത്യജീവന അവകാശമോ അല്ലെങ്കിൽ സാധ്യതയില്ല എന്ന് പാപത്തിൻ്റെ ബന്ധനത്തിലിരിക്കുന്ന വ്യക്തികൾക്ക് ദൈവം ഒരു വിടുതൽ തരാൻ വന്നിരിക്കുകയാണ്. ഹീസ് ഹല്ലേലൂയ. ഈ സത്യം നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ടാണ് പിന്നെയും പറയുന്നത്, ഹു ഗിവ്സ് ഫുഡ് ടു ദ ഹംഗ്രി. വിശക്കുന്നവർക്ക് എന്നാ പറയുന്നത്, ഭക്ഷണം കൊടുക്കുവാനുള്ളതാണ്. എന്ത് ഭക്ഷണമാണ്? ബിരിയാണിയാണോ? കോഴി ബിരിയാണി ആണോ? അതോ പൊറോട്ടയും മട്ടൺ ചോപ്സ് ആണോ? ഹലോ, കോഴി ബിരിയാണിയല്ല. ദൈവം വന്നിരിക്കുന്നത് മത്തായിയുടെ സുവിശേഷം 4-ാമത്തെ വചനത്തിൽ ഒരു അപ്പത്തിനെ കുറിച്ച് പറയുന്നു, ഒരു ഭക്ഷണത്തെക്കുറിച്ച് പറയുന്നുണ്ട്. അവിടെ പറയുന്നുണ്ട്, മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ജീവിക്കുന്നത്, പക്ഷേ പിതാവിൻ്റെ വായിൽ നിന്ന് പുറപ്പെടുന്ന ഓരോ വചനം കൊണ്ടും ജീവിക്കാൻ പറ്റും. സോ ഹീ ഗിവ്സ് ഫുഡ് ടു ദ ഹംഗ്രി. ഹലോ,
വിശപ്പുള്ളവന് ഭക്ഷണം കൊടുക്കുന്നവനാണ്. അപ്പോൾ എനിക്ക് നിങ്ങൾക്ക് ആ ദൈവത്തിൻ്റെ വചനത്തോട് ഒരു വിശപ്പ് കാണണം. There must be a hunger for the word of God. Are you with me? ഈ വിശപ്പുള്ളപ്പോൾ അല്ലെ നമുക്കറിയട്ടെ, നല്ലൊരു വലിയ വയറ് നിറച്ച് തിന്നു കഴിഞ്ഞിട്ട് പിന്നെ എന്തെങ്കിലും ഭക്ഷണം വെച്ചിട്ടുണ്ടെങ്കിൽ സാധാരണ ഒരു വെറുപ്പാണ് തോന്നുക അല്ലേ? ഹലോ, അപ്പം നീ ഈ ലോകത്തിൻ്റെ ഇതുകൊണ്ട് നിന്നെ തന്നെ നിറച്ചു കഴിഞ്ഞാൽ പിന്നെ ദൈവത്തിൻ്റെ ജീവൻ്റെ വചനങ്ങൾ നിനക്ക് ആസ്വദിക്കാൻ പറ്റുകയില്ല. So there must be a thirst and a hunger for God. അങ്ങനെയുള്ളവരെ ദൈവം നിറയ്ക്കും. He will fill you with the word of God. കാരണം നമ്മൾ മനസ്സിലാക്കണം, എന്താ പറയുക, എനിക്ക് നിങ്ങൾക്കും വിശപ്പുള്ളപ്പോൾ ദൈവം എനിക്ക് നിങ്ങൾക്കും തരുന്നത് എന്താണ്? ആ ദൈവത്തിൻ്റെ വചനത്തിലൂടെ എനിക്ക് ജീവിക്കാൻ പറ്റുമെന്നുള്ള അറിവ്. ഐ വിത്ത് മീ? ബിക്കോസ് വചനം എങ്ങനെയാണ് പറയുന്നത്? മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ജീവിക്കുന്നത്, പക്ഷേ ദൈവത്തിൻ്റെ പിതാവിൻ്റെ വായിൽ നിന്ന് പുറപ്പെടുന്ന ഓരോ വചനം കൊണ്ടും ജീവിക്കുവാൻ പറ്റും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇത് നമ്മൾ വളരെ സീരിയസ് ആയിട്ട് എടുക്കേണ്ട ഒരു ഇതാണ്. ഈ ലോകത്തിനല്ല എനിക്ക് ജീവൻ തരാൻ പറ്റുന്നത്, അത് എൻ്റെ ശരീരത്തിന് ജഡികമായ ആ ശരീരത്തിന് ജീവൻ തരാൻ പറ്റുമായിരിക്കും. പക്ഷേ എനിക്ക് ശാശ്വതമായ ജീവൻ എനിക്ക് കിട്ടുന്നത് ആ യേശുവിൻ്റെ ദൈവത്തിൻ്റെ വചനത്തിൽ നിന്ന് മാത്രമേ ഉള്ളൂ. ഈ സത്യം നമ്മൾ മനസ്സിലാക്കണം. ആർക്കാണ് വേണ്ടത്? ഈ ലോകത്തിലെ ജീവൻ വേണോ, നിത്യജീവൻ വേണോ? ഏതാ വേണ്ടത്? അതിന് സംശയമൊന്നുമില്ല അല്ലേ? അതിനെക്കുറിച്ച് ചിന്തിക്കേണ്ട ആവശ്യമില്ല. കാരണം ദൈവത്തിൻ്റെ വചനം തന്നെ പറയുന്നുണ്ട്, ഒരുവൻ ഈ ലോകം മുഴുവൻ നേടിയാലും ഹല്ലേലൂയ അവൻ്റെ ആത്മാവ് നഷ്ടപ്പെട്ടാൽ എന്ത് പ്രയോജനം? ഹലോ, ഒരു പ്രയോജനവുമില്ല. അതുകൊണ്ട് നമ്മൾ തേടേണ്ടത്, നമ്മളുടെ പ്രയോറിറ്റി മസ്റ്റ് ബി ഇറ്റേണൽ ലൈഫ്. ആ നിത്യജീവൻ യേശു ക്രിസ്തുവിലാണ്. കാരണം ദൈവത്തിൻ്റെ വചനം യോഹന്നാൻ്റെ ലേഖനത്തിൽ പറയുന്നുണ്ട്, ദൈവപുത്രനെ സ്വന്തമാക്കിയവന് ജീവനെയാണ് സ്വന്തമാക്കുന്നത്. ദൈവപുത്രൻ എന്താണ്? ദൈവത്തിൻ്റെ വചനമാണ്. വെളിപാട് പുസ്തകത്തിൽ പറയുന്നുണ്ട്, അവൻ്റെ നാമം ദൈവ വചനമാണെന്ന്. അപ്പോൾ ദൈവവചനം ഞാൻ സ്വന്തമാക്കുമ്പോൾ ഞാൻ ആരെയാണ് സ്വന്തമാക്കുന്നത്? യേശുവിനെ സ്വന്തമാക്കുന്നത്. ആ യേശുവിനെ ഞാൻ സ്വന്തമാക്കുമ്പോൾ എനിക്ക് ജീവനുണ്ട്. കാരണം ദൈവത്തിൻ്റെ വചനം ജീവനാണ്, വഴിയും സത്യവും ജീവനും ഞാനാണ് എന്നാണ് യേശു പറയുന്നത് അല്ലേ? അപ്പോൾ നമ്മൾ സ്വന്തമാക്കേണ്ടത് യേശുവിനെയാണ്. ദൈവത്തിൻ്റെ വചനത്തിൽ വേണം നമ്മൾ ജീവിക്കുവാനായിട്ട്. അങ്ങനെ ദൈവത്തിൻ്റെ വചനം പിന്നെ ആ അധ്യായം 146:7 തന്നെ മൂന്നാമത്തെ ഭാഗം ഇങ്ങനെ പറയുന്നത്, ദ ലോർഡ് ഗിവ്സ് ഫ്രീഡം ടു ദ പ്രിസണേഴ്സ് അല്ലേ? ബന്ധിതർക്ക് ദൈവം സ്വാതന്ത്ര്യം കൊടുക്കുകയാണ്. നമുക്കറിയാം 2 കൊരിന്ത്യർ 3-ാമത്തെ അധ്യായത്തിൽ പറയുന്നുണ്ട്, ദൈവത്തിൻ്റെ ആത്മാവുള്ളിടത്ത് സ്വാതന്ത്ര്യമുണ്ട്. വേർ ദ സ്പിരിറ്റ് ഓഫ് ദ ലോർഡ് ഇസ് ദർ ഇസ് ലിബർട്ടി. അപ്പോൾ ദൈവം വന്നിരിക്കുന്നത് നമ്മൾക്ക് ദൈവത്തിൻ്റെ ആത്മാവിനെ തരുവാനും അതുവഴി നമ്മൾക്ക് സ്വാതന്ത്ര്യം തരാനാണ്. കാരണം എന്താണ്? ദൈവത്തിൻ്റെ യോഹന്നാന്റെ സുവിശേഷം 8-ാമത്തെ അധ്യായത്തിൽ പറയുന്നത്, നീ സത്യം അറിയുകയും ആ സത്യം നിന്നെ സ്വതന്ത്രരാക്കും. അപ്പോൾ ഇന്ന് ഈ ലോകത്തിൽ ഏറ്റവും വലിയ പ്രശ്നമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്നാ, ഈ ദാരിദ്ര്യം എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ വചനത്തിലുള്ള ദാരിദ്ര്യമാണ്. ഐ വിത്ത് മീ? ദർ ഇസ് എ ഫാമിൻ ഫോർ ദ വേർഡ് ഓഫ് ഗോഡ്. അല്ലാതെ എന്നാ പറയുന്നത്, ഗോതമ്പിനോ അരിക്കോ ഉള്ള ക്ഷാമമല്ല. പക്ഷെ അതിനേക്കാൾ ഏറെ ദൈവത്തിൻ്റെ വചനത്തിനുള്ള ക്ഷാമം. വചനം ഇഷ്ടം പോലെയുണ്ട്. സത്യവചനം, മായം ചേർക്കാത്ത വചനം, വളച്ചൊടിച്ചില്ലാത്ത വചനം, അതിന് വലിയ ക്ഷാമമുണ്ട് സഹോദര. ഹല്ലേലൂയ. പിന്നെ ദൈവത്തിൻ്റെ വചനം പറയുന്നുണ്ട്, സങ്കീർത്തനം 142:7 അവിടെയും പറയുന്നുണ്ട്, ബന്ധിതരെ ആ പ്രിസണിൽ കൊണ്ടുവരുവാനായിട്ട്. നമുക്കൊന്ന് വായിക്കാം. ഞാൻ നിൻ്റെ നാമത്തിന് സ്തോത്രം ചെയ്യേണ്ടതിന് എൻ്റെ പ്രാണനെ കാരാഗ്രഹത്തിൽ നിന്ന് പുറത്തു കൊണ്ടുവരണമേ. നീ എന്നോട് ഉപകാരം ചെയ്തിരിക്കുന്നതിനാൽ നീതിമാന്മാർ എൻ്റെ ചുറ്റും വന്നുകൂടും. ആമേൻ. 142:7 ഇങ്ങനെയാണ് പറയുന്നത്. I'll just read it for you. Hallelujah. It says, bring my soul out of prison that I may praise your name. The righteous shall surround me, for you shall deal bountifully with me. അപ്പോൾ നമുക്ക് ആ ബന്ധനത്തിലായിരിക്കുമ്പോൾ നമുക്ക് ദൈവത്തെ ആരാധിക്കാൻ പറ്റുകയില്ല. നമുക്കറിയാം ദൈവത്തിൻ്റെ വചനം പുറപ്പാട് പുസ്തകം നമ്മൾ വായിക്കുമ്പോൾ വളരെ വ്യക്തമായിട്ട് അറിയുന്നുണ്ട്. മോശ എന്നിട്ട് ഫെറോവിനോട് പറയുകയാണ്, നമ്മുടെ എൻ്റെ ജനത്തിന് ആരാധിക്കാൻ പോകണം. അപ്പോൾ ഫെറോ പറയുകയാണ്, നമുക്ക് ഇവിടെ തന്നെ ഉണ്ട്, നല്ല എയർ കണ്ടീഷൻ ഹോളൊക്കെ ഉണ്ടല്ലോ, ഇവിടെ തന്നെ ആരാധിച്ചാൽ മതിയെന്ന്. പക്ഷേ എന്താ മോശ പറഞ്ഞത് എന്താണ്? 3 ദിവസത്തെ യാത്ര കഴിഞ്ഞ് മരുഭൂമിയിൽ മാത്രമേ ഞങ്ങൾക്ക് ആരാധിക്കാൻ പറ്റുള്ളൂ. കാരണം ഈജിപ്റ്റ് ബന്ധനത്തിൻ്റെ സ്ഥലമാണ്. ഐ വിത്ത് മീ? ഇന്ന് ഈജിപ്റ്റ് എവിടെയാണ്? സിറിയ കഴിഞ്ഞ് കുറച്ചങ്ങോട്ട് പോയല്ലേ? എനിക്ക് ജോഗ്രഫി അത്ര പിടിയില്ല. അവിടെയാണോ ഈജിപ്റ്റ്? എവിടെയാണ് ഈജിപ്റ്റ്? നിൻ്റെ കാലിൻ്റെ കീഴിൽ തന്നെ ഈജിപ്റ്റ്. നമ്മുടെ കാലിൻ്റെ കീഴിൽ തന്നെയാണ് ഈജിപ്റ്റ്. ഇതാണ് ഈജിപ്റ്റ്, ലോകം. ഐ വിത്ത് മീ? അപ്പം നമ്മൾ മനസ്സിലാക്കണം, ആ ലോകമായിട്ട് നമുക്കൊരു ബന്ധമുണ്ടെങ്കിൽ ദൈവത്തെ ആരാധിക്കാൻ പറ്റുകയില്ല. ഹലോ, പല വ്യക്തികൾക്കും ഒരു തെറ്റായ കബളിപ്പുണ്ട്. ഞാൻ ആയിരിക്കുന്നിടത്ത് ഇത് ഞാൻ ആരാധിച്ച് അവരെ എല്ലാവരെയും ഞാൻ രക്ഷിക്കാമെന്ന്. പറ്റുന്നത്രേ ഉള്ളൂ, നീ മുങ്ങിപ്പോവും. ഹലോ, നീ മുങ്ങിപ്പോവും, നീ നശിക്കുമല്ലാതെ ഒന്നും സംഭവിക്കുകയില്ല.
അതുകൊണ്ടാണ് ദൈവത്തിൻ്റെ വചനം, ദൈവത്തിന് അസാധ്യമേ ഒന്നുമില്ലോ. ദൈവത്തിന് ജ്ഞാനം നമ്മൾ മനസ്സിലാക്കണം. ഉൽപ്പത്തി പുസ്തകം 12-ാം അധ്യായം വായിക്കുമ്പോൾ എബ്രഹാമിനോട് പറഞ്ഞത് എന്താണ്? ഗെറ്റ് ഔട്ട് എന്ന് പറഞ്ഞേ അല്ലേ? ഗെറ്റ് ഔട്ട്. ഹല്ലേലൂയ. നീ നിൻ്റെ പിതൃഭവനത്തിൽ നിന്ന്, നിൻ്റെ കൂട്ടുകാരും നാട്ടുകാരും വീട്ടുകാരുടെ നിന്ന് നീ ഗെറ്റ് ഔട്ട് അടിച്ചിട്ടില്ലെങ്കിൽ, ഹലോ, നീ നിന്നോട് തന്നെ ഗെറ്റ് ഔട്ട് പറയണം. അവരോട് ഗെറ്റ് ഔട്ടല്ല, നീ നിന്നോട് തന്നെ ഗെറ്റ് ഔട്ട് പറയാതെ നിനക്ക് ദൈവത്തെ ആരാധിക്കാൻ പറ്റുകയില്ല. ആ ദൈവമായിട്ട് നിനക്കൊരു ബന്ധമുണ്ടാകാൻ പറ്റുകയില്ല സഹോദര. നീ വേറെ എന്തെങ്കിലും ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ അത് സാത്താൻ ഔവയോട് പറഞ്ഞതുപോലെ തന്നെയാണ്. ഈ കനി ഭക്ഷിച്ചാൽ നീ മരിക്കുകയില്ല, ഹലോ എന്ന് പറയുന്നത് പോലെ തന്നെയാണ്. ഹലോ, ഹല്ലേലൂയ. പിന്നെ ദൈവത്തിൻ്റെ വചനം അടുത്ത 8-ാമത്തെ വചനം, ദാറ്റ് ഈസ് 146, Psalm 146:8 പറയുന്നുണ്ട്. ദ ലോർഡ് ഓപ്പൺസ് ദി ഐസ് ഓഫ് ദ ബ്ലൈൻഡ്, ദ ലോർഡ് റേസസ് ദോസ് ഹു ആർ ബൗ ഡൗൺ, ദ ലോർഡ് ലവ്സ് ദ റൈച്ചസ്. യഹോവ കുരുടന്മാർക്ക് കാഴ്ച കൊടുക്കുന്നു, യഹോവ കുനിഞ്ഞിരിക്കുന്നവരെ നിവർത്തുന്നു, യഹോവ നീതിമാന്മാരെ സ്നേഹിക്കുന്നു. ആമേൻ. അവിടെ 3 കാര്യമാണ് പറയുന്നത്. ദ ലോർഡ് ഓപ്പൺസ് ദി ഐസ് ഓഫ് ദ ബ്ലൈൻഡ്, ദ ലോർഡ് റേസസ് ദോസ് ഹു ആർ ബൗ ഡൗൺ, ദ ലോർഡ് ലവ്സ് ദോസ് ഹു ആർ റൈച്ചസ്. ഹല്ലേലൂയ. ഇതൊക്കെ ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങളാകട്ടോ. നമ്മളിതൊക്കെ പ്രാപിക്കണം, അറിഞ്ഞ് വിശ്വാസത്താൽ നമ്മൾ പ്രാപിക്കണം. ഹല്ലേലൂയ. ഇത് മാറാത്ത വചനമാണ്. കാരണം ലൂക്കയുടെ സുവിശേഷം നമ്മൾ 14-ാമത്തെ അധ്യായം 21-ാമത്തെ വചനം വായിച്ചിട്ടുണ്ടെങ്കിൽ അവിടെ നമുക്കറിയാം എങ്ങനത്തെ ആൾക്കാരാണ് അവസാനമായിട്ട് അവൻ്റെ വിരുന്നിൽ പങ്കുകൊണ്ട്. മുടന്തനും കുരുടനും ചെവി കേൾക്കാത്തവനും ഇവനൊക്കെയാണ് ദൈവത്തിൻ്റെ അവസാനത്തിൽ. വിളിച്ചവർക്ക് യോഗ്യതയെക്കുറിച്ച് മനസ്സിലാക്കാൻ പറ്റിയില്ല. ഹലോ, മനസ്സിലാകുന്നുണ്ടോ? യഹൂദരുടെ സ്വന്തം ദൈവമായിട്ട്, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ സ്വന്തം ജനമായിട്ട് തിരഞ്ഞെടുത്ത യഹൂദ ജനം എന്ന് പറഞ്ഞാൽ ദ പൊളിറ്റിക്കൽ ഇസ്രായേൽ യേശുവിനെ റിജക്റ്റ് ചെയ്തു. അതുകൊണ്ടാണ് യേശു വിജാതീയരുടെ അടുത്ത് ദൈവം വന്നത്. ഐ വിത്ത് മീ? ഇന്ന് നമ്മൾ മനസ്സിലാക്കണം, ഇന്ന് ആ പൊളിറ്റിക്കൽ ഇസ്രായേൽ, അല്ലെ ദൈവത്തിൻ്റെ സ്വന്തം ജനമെന്ന് പറയുന്ന വിശ്വാസി എന്ന് പറയുന്ന കുറേ വ്യക്തികളുണ്ട്. ഹലോ, അവർ യേശുവിനെ റിജക്റ്റ് ചെയ്തിരിക്കുകയാണ്. അവർക്ക് വേണ്ടത് പുണ്യാളൻ വേണം, പെരുന്നാൾ വേണം, ഹലോ, അങ്ങനെ ഒരു സ്ഥാനമാനങ്ങൾ വേണം. അല്ലാതെ യേശുവിനെ കുറിച്ച് ജീസസ് ഇസ്, ദൈവത്തിൻ്റെ വചനം പറയുന്നുണ്ട് സങ്കീർത്തനത്തിൽ, ഗോഡ് ഇസ് ഇൻ നൺ ഓഫ് ദിയർ തോട്ട്സ്. അവരുടെ വിചാരങ്ങളിൽ ദൈവത്തിന് സ്ഥാനമില്ല. ആ അവസ്ഥയിലാണ് ജീവിക്കുന്നത്. അപ്പോൾ ദൈവം ഇവിടെ പറയാണ്, ഹി വാണ്ട്സ് ടു ഓപ്പൺ ദി ഐസ് ഓഫ് ദ ബ്ലൈൻഡ്. അന്ധകാരത്തിലുള്ളവർക്ക് കണ്ണ് തുറക്കാനാണ് ദൈവം വന്നത്. ഹലോ, കാരണം എന്താണ്? അന്ധകാരം എന്ന് പറഞ്ഞാൽ നമുക്കറിയാൻ പറ്റുമോ എവിടെയാണ് പോകുന്നതെന്ന്? ഇല്ല. ദർ ഇസ് നോ അണ്ടർസ്റ്റാൻഡിങ് അബൌട്ട് നമ്മൾ നടക്കുന്ന വഴി ഏതാണെന്ന് അറിഞ്ഞുകൂടാ, അല്ലേ? അതുകൊണ്ട് ഹോസിയ പ്രവാചകന്റെ പുസ്തകത്തിൽ പറഞ്ഞിട്ടുണ്ട്, എൻ്റെ ജനം അജ്ഞത മൂലം നശിച്ചു പോവുകയാണ്. അവരെങ്ങോട്ടാണ് പോകുന്നത്? ആരെ അനുഗമിക്കുന്നത് പോലും അറിയാതെ അവർ നശിച്ച് പോവുകയാണ്. ആ നാശത്തിൽ നിന്ന് രക്ഷിക്കാനാണ് യേശു പറഞ്ഞത്, ഞാൻ വന്നിരിക്കുന്നത് അന്ധർക്ക് കാഴ്ച കൊടുക്കാനാണ്. ഹല്ലേലൂയ. അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കണം, ദൈവം വിളിക്കുന്നത് വലിയ മാന്യന്മാരെ അല്ല. ഹലോ, ദൈവം വിളിക്കുന്നത് ദൈവത്തെ സ്വീകരിക്കാൻ താല്പര്യമുള്ളവരെയാണ്. അതുകൊണ്ടാണ് കൊരിന്ത്യസ് ലേഖനം 1 കൊരിന്ത്യസ് 2-ാമത്തെ അധ്യായം നമ്മൾ വായിക്കുകയാണെങ്കിൽ, 1-ാമത്തെ അധ്യായം 1 കൊരിന്ത്യസ് 1-ാമത്തെ അധ്യായം നമ്മൾ 26 മുതൽ 28 വരെ വചനങ്ങൾ വായിക്കുകയാണെങ്കിൽ അവിടെ ദൈവം എങ്ങനെയുള്ളവരെയാണ് തിരഞ്ഞെടുത്തത്. ഇത് നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരു തരത്തിൽ ലൂക്കായുടെ സുവിശേഷം 14-ാമത്തെ അധ്യായത്തിൽ 21-ാമത്തെ വചനത്തിൽ പറയുന്നുണ്ട് എങ്ങനെയുള്ളവരാണ് അവൻ്റെ വിരുന്നിൽ പങ്കുചേർന്നത് ഒടുക്കം. അതും ഇതുമായിട്ട് വളരെ സാമ്യമുണ്ട്. ഒന്ന് വായിച്ചേ, രണ്ടും വായിക്കുക. ലൂക്കായുടെ സുവിശേഷം 14:21. ദാസൻ മടങ്ങി വന്ന് യജമാനോട് വിവരമറിയിച്ചു. അപ്പോൾ വീട്ടുടയൻ കോപിച്ച് ദാസനോട്, നീ വേഗം പട്ടണത്തിലെ തെരുവീഥികളിലേക്കും ഇടവഴികളിലേക്കും ചെന്ന് ദരിദ്രർ, അംഗഹീനർ, കുരുടർ, മുടന്തർ എന്നിവരെ കൂട്ടിക്കൊണ്ടുവരിക എന്ന് കൽപ്പിച്ചു. അതുകൊണ്ട് ഒരു വിധത്തിൽ നോക്കുകയാണെങ്കിൽ ഇങ്ങനെയാണ് നീ കൂട്ടിക്കൊണ്ടുവരേണ്ടത്. സമൂഹത്തിൽ ഒട്ടും സ്ഥാനമില്ലാത്ത, അംഗീകാരമില്ലാത്തവരെയാണ് നീ കൂട്ടിക്കൊണ്ടുവരേണ്ടത്. അല്ലാതെ പല പേരും എന്നാ പറയുന്നത് മതത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ള സഭകളിലൊക്കെ വലിയ എന്നാ പറയുന്ന ഒരു സ്ഥാനം പേരുള്ളവരെ അല്ല ദൈവം തിരഞ്ഞെടുക്കുന്നത്. ഹലോ, ഐ വിത്ത് മീ? അവന് വേണ്ടി ജീവിതങ്ങൾ കൊടുക്കുവാൻ തയ്യാറുള്ളത്. അതുകൊണ്ടാണ് 1 കൊരിന്ത്യസ് 1-ാമത്തെ അധ്യായം 26 മുതൽ 28 വരെ വചനങ്ങൾ വായിക്കുമ്പോൾ അവിടെയും പറയുന്നുണ്ട് എങ്ങനെയുള്ളവരെയാണ് ദൈവം തേടുന്നത്. സഹോദരന്മാരെ, നിങ്ങളുടെ വിളിയെക്കുറിച്ച് ചിന്തിക്കുവിൻ. ലോകത്തിൻ്റെ മാനദണ്ഡം അനുസരിച്ച് ജ്ഞാനികളേറെയില്ല, ബലവാന്മാർ ഏറെയില്ല, കുലീനന്മാരും ഏറെയില്ല. ജ്ഞാനികളെ ലജ്ജിപ്പിക്കുവാൻ ദൈവം ലോകത്തിൽ ഭോഷത്വമായത് തിരഞ്ഞെടുത്തു. ബലമുള്ളതിനെ ലജ്ജിപ്പിക്കുവാൻ ദൈവം ലോകത്തിൽ ബലഹീനമായത് തിരഞ്ഞെടുത്തു. ഉള്ളതിനെ ഇല്ലാതാക്കുവാൻ ലോകം നിസ്സാരമെന്ന് കണക്കാക്കുന്നവയെയും നിന്ദ്യമായവയും
ഒന്നുമില്ലാത്തവയെയും ദൈവം തിരഞ്ഞെടുത്തു. അങ്ങനെയുള്ള വല്ലവരും ഉണ്ടോ ഇവിടെ? നമ്മൾ ഒന്നുമില്ലാതെയാകുമ്പോൾ ദൈവം എല്ലാം ആകും നമ്മുടെ ജീവിതത്തിൽ. ഹൈ വിത്ത് മീ. നമ്മളെ തന്നെ താത്തി കൊടുത്തിട്ടുണ്ടെങ്കിൽ ദൈവം നമ്മളെ ഉയർത്തും. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മളെ ഉയർത്തുന്ന ദൈവം നമ്മുടെ കൂടെ ഉള്ളതുകൊണ്ടാണ്. ഹല്ലേലൂയ. പിന്നെ ദൈവത്തിൻ്റെ വചനം വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്, നമ്മൾക്ക് അന്ധത മാറണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഒരു കാര്യം ചെയ്യണം. അന്ധത മാറണമെന്നുണ്ടെങ്കിൽ നമ്മൾ വിശ്വസിക്കണം. ദൈവത്തിൻ്റെ വചനത്തിൽ വിശ്വസിക്കണം. വളരെ വ്യക്തമായിട്ട് മത്തായിയുടെ സുവിശേഷം 9-30 വചനത്തിൽ അവർ 2 കുരുടന്മാർ വന്നു. കുരുടന്മാർ വന്നത് വേറെ ഒന്നിനുമല്ല, അവർക്ക് കാഴ്ചയ്ക്ക് വേണ്ടിയാണ്. ഹലോ, അവർക്ക് കാഴ്ച കിട്ടാൻ. കാരണം അവർ ഈ ലോകത്തിൽ എന്താണെന്ന് ഇതുപോലെ കണ്ടിട്ടില്ല. സ്വരം കേൾക്കുന്നുണ്ട്, പല കാര്യങ്ങളും നടക്കുന്നത് പോലെ തോന്നുന്നുണ്ട്, പക്ഷെ അത് എന്താണെന്ന് പോലും അവർക്ക് ഗ്രഹിക്കാൻ പറ്റുന്നില്ല. കാരണം എന്താണ്? കാഴ്ചയില്ല. അപ്പോൾ അവർ വലിയൊരു വിശ്വാസ പ്രമാണം, അല്ലെങ്കിൽ എന്നാ പറയുന്നത്, ഡിക്ലറേഷൻ ഓഫ് ദിയർ ഫെയ്ത്ത്. യേശു അവരോട് ചോദിച്ചു, എനിക്ക് നിങ്ങൾക്ക് കാഴ്ച തരാൻ പറ്റുമെന്ന് നീ വിശ്വസിക്കുന്നുണ്ടോ? അവർ ഏറ്റു പറഞ്ഞു, ഉവ്വ് കർത്താവേ. അപ്പോൾ ദൈവം എന്താ പറഞ്ഞത്? നീ വിശ്വസിച്ചനുസരിച്ച് ഇത് സംഭവിക്കട്ടെ. സോ പെട്ടെന്ന് വായിച്ചത് മാത്യു 9:30. അവൻ അവരുടെ കണ്ണുകളെ തൊട്ടുകൊണ്ട് നിങ്ങളുടെ വിശ്വാസം പോലെ നിങ്ങൾക്ക് ഭവിക്കട്ടെ എന്ന് പറഞ്ഞു. ഉടനെ അവരുടെ കണ്ണുകൾ തുറന്നു. സഹോദരി, ദിസ് ഇസ് എ ഫണ്ടമെൻ്റൽ പ്രിൻസിപ്പിൾ ഇൻ ഗോഡ്സ് വേർഡ്. നീ വിശ്വസിച്ചാൽ നിനക്കത് സംഭവിക്കും.